ഫോൾ ഔട്ട് എന്നൊരു ഫ്രേസൽ വെർബ് ഉണ്ട്. ഫോൾ ഔട്ട് മീനിങ് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വീഴുക, കൊഴിയുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതേപോലെ തന്നെ തെറ്റിപ്പിരിയുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ ഫ്രേസൽ വെർബ്സ് ഉപയോഗിക്കാൻ കഴിയുക എന്നൊന്ന് നോക്കാം. ദ പേപ്പർ ഫെൽ ഔട്ട് ഓഫ് ദ ബാഗ്. ആ പേപ്പർ ആ ബാഗിൽ നിന്ന് വീണു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഹിസ് ടൂത്ത് ഫെൽ ഔട്ട് യെസ്റ്റർഡേ. ഇന്നലെ അവൻ്റെ പല്ല് കൊഴിഞ്ഞു. പല്ല് കൊഴിഞ്ഞു എന്നുള്ളതിന് ദ ടൂത്ത് ഫെൽ ഔട്ട് എന്ന് പറയാം. തെറ്റിപ്പിരിയുക എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയൊക്കെ ഫോൾ ഔട്ട് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ദേ ഫെൽ ഔട്ട് ഓവർ മണി ആൻഡ് ഹാവ് നോട്ട് സ്പോക്കൺ സിൻസ്. പണത്തിൻ്റെ കാര്യത്തിൽ അവർ തെറ്റിപ്പിരിഞ്ഞു, പിന്നെ അവർ മിണ്ടിയിട്ടില്ല. ഐ ഫെൽ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. ഞാൻ എൻ്റെ സുഹൃത്തുമായി കഴിഞ്ഞ ആഴ്ച പിണങ്ങി. പിണങ്ങി എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ കറസ്പോണ്ടിങ് വാക്കാണ് ഫെൽ ഔട്ട്. നമുക്ക് എളുപ്പം പറയാം, ഐ ഫെൽ ഔട്ട് വിത്ത് ഹിം. ഐ ഡോണ്ട് വാണ്ട് ടു ഫോൾ ഔട്ട് വിത്ത് യു അഗെയിൻ. ഓക്കെ, എനിക്ക് നീയുമായി ഇനിയും മുഷിയണമെന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഫോൾ ഔട്ട് വിത്ത് യു അഗെയിൻ. ഹി ആൻഡ് ഹിസ് വൈഫ് ഫെൽ ഔട്ട് ഓവർ ഡ്രിങ്കിങ്. മദ്യപാനത്തെ ചൊല്ലി അവനും അവൻ്റെ ഭാര്യയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. ആഫ്റ്റർ ദേ ഫെൽ ഔട്ട് നോബഡി ഇൻവൈറ്റഡ് ഹിം ടു പാർട്ടീസ്. അവർ പിണങ്ങിയതിന് ശേഷം ആരും പിന്നീട് അവനെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടില്ല. ദേ ആർ ഫോളിങ് ഔട്ട് മോർ ഓഫൺ ദീസ് ഡേയ്സ്. ഈയിടെയായിട്ട് അവർ വല്ലാതെ പിണങ്ങുന്നുണ്ട്. ദേ ഹാഡ് എ ഫോളിങ് ഔട്ട് ഓവർ മണി. പണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പിണക്കമുണ്ടായി. ദേ ഫെൽ ഔട്ട് ഓവർ ഹൂ ഷുഡ് പേ ദ ബിൽ. ബില്ല് ആര് പേ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി എന്നർത്ഥം. ദ ടു നേഷൻസ് ഹാവ് ഫോളൻ ഔട്ട് ഓവർ ദ ബോർഡർ ഡിസ്പ്യൂട്ട്സ്. അതിർത്തി തർക്കവുമായി രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഉടക്കിലാണ് എന്നർത്ഥം. ഫോൾ ഔട്ട് എന്നുള്ളത് വീഴുക, കൊഴിയുക എന്നുള്ളത് കുറച്ചുകൂടി പ്ലെയിൻ ആണെങ്കിൽ, തെറ്റിപ്പിരിയുക, പിണങ്ങുക എന്നുള്ളൊരു അർത്ഥത്തിന് ഇത് വളരെ അധികം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇതിനെ വളരെയധികം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടതായ ആവശ്യമുണ്ടാവും. ഓക്കെ.